നല്ലൊരു ലൈഫ് സ്റ്റൈൽ അത് ഫോളോ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും അങ്ങനൊരു കൃത്യമായ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഫോളോ ചെയ്യാൻ, അതിന് നമുക്ക് പറഞ്ഞു തരാൻ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് അത്യാവശ്യം തന്നെയാണ്. ഇന്ന് ഡോക്ടർ മഞ്ജുനാഥ് സുകുമാരനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ഫങ്ഷണൽ ഹെൽത്ത് കോച്ചാണ്, ഒപ്പം ഹാർമണി കോൺസെപ്റ്റ്സിൻ്റെ ഫൗണ്ടറും കൂടിയാണ്. കൃത്യമായ ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കുക. ഒരുപാടധികം നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം ഡോക്ടർ. ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ആരോഗ്യത്തിൽ എല്ലാവരും വളരെയധികം കെയറിങ് കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹെൽത്ത് കോച്ചിനെ നമ്മൾ പോയിട്ട് കാണേണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? നോർമലി ഇന്ന് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം, ഗ്ലോബലി കാണുന്നൊരു മാറ്റം, ഒരുപാട് ആൾക്കാർ ആരോഗ്യത്തിൽ വളരെ താല്പര്യപ്പെടും. അതെ അതെ, പല റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ ഡെഫിനറ്റ്ലി അതിനെ പിന്നെ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ പോകുന്നത് ഇന്നത്തെ ഒരു കണക്ടിവിറ്റി ആൻഡ് ഇൻഫർമേഷനാണ്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ ആരോഗ്യത്തെ സംബന്ധിച്ച് അതിൽ കൂടി എഡ്യൂക്കേറ്റഡ് ആവുന്നു. സോ എഡ്യൂക്കേഷൻ എന്നൊരു വളരെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് അസുഖങ്ങൾ വരുന്നതിന് ശേഷം ഡോക്ടറെ കാണാൻ പോകുന്നു എന്നുള്ളൊരു ചിന്താഗതി ഇന്നില്ല. ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നൊരു വ്യത്യാസമാണ്. പല ആൾക്കാരും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കോൺഷ്യസ്, എത്ര പേര് അതിനകത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷെ പല ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക്, ഇപ്പം എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 15 വർഷം, പക്ഷെ കഴിഞ്ഞൊരു 5 വർഷത്തിനിടയ്ക്ക് ഞാൻ കാണുന്ന ഓരോ ആൾക്കാരും അവർ സംസാരിക്കുന്ന ഭാഷ, അവർക്ക് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ്, ബ്ലഡ് ടെസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു 10-15 വർഷം മുമ്പ് ഒരു മെഡിക്കൽ സർക്കിളുകളിലോ ഡോക്ടർമാരുടെ റൂമുകളിലോ സംസാരിക്കുന്ന ഭാഷകൾ പോലും ഇന്നൊരു സാധാരണക്കാരന് അറിയാം. അപ്പോൾ ആൾക്കാർ പവർഫുള്ളി എഡ്യൂക്കേറ്റഡ് ആണ്. അതൊരു വളരെ പോസിറ്റീവ് സൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനകത്തൊരു നെഗറ്റീവ് വശമുണ്ട്. നെഗറ്റീവ് വശം ഒന്ന്, there is too much of information but doing nothing. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ചെയ്യുന്നുണ്ട് പക്ഷേ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇനി വരുന്ന കാലഘട്ടം കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള, കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അപ്രോച്ച് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെയാണ് ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി സയൻറ്റിഫിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽസിൻ്റെയും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെയൊക്കെ സപ്പോർട്ട് ഒരു വ്യക്തി എടുക്കേണ്ടതാണ്. ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണം ഒരു പക്ഷേ ഈ ചോദ്യത്തിന് ഏറ്റവും നല്ല ഒരു ഉത്തരമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ താങ്കളുടെ കുട്ടിയെ അല്ലെങ്കിൽ മകനോ മകളെയോ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ ട്രെയിൻഡ് ആകാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് കോച്ചിങ് ആണെങ്കിൽ നല്ലൊരു ക്രിക്കറ്റ് കോച്ചിങ് സെൻറ്ററിൽ കൊണ്ടാക്കും. ഓക്കെ, അപ്പോൾ അവിടെ ആ കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണ്, കുറവുകൾ എന്തൊക്കെയാണ്, ബാറ്റിംഗ് ആണോ, ബോളിംഗ് ആണോ, ഫീൽഡിംഗ് ആണോ, സ്പിന്നാണോ, പേസ് ആണോ, തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾ, ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുക, മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക, ആ കുട്ടിയുടെ ചിട്ടകൾ, ഭക്ഷണക്രമങ്ങൾ, ഇതിനൊക്കെ ട്രെയിൻഡ് ആവുന്നത്. തീർച്ചയായിട്ടും. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ലൈഫിന്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന അത്രയും മൂല്യമുള്ള മനുഷ്യ ജീവിതത്തിന് എന്തുകൊണ്ട് അത്തരമൊരു സമീപനം ആരോഗ്യത്തിൽ കൊണ്ടുവന്നുകൂടാ? കാരണം നമ്മുടെയൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റുകളൊന്നല്ലേ ആരോഗ്യം. അപ്പോൾ ആരോഗ്യത്തിനും അത്തരം ഒരു പ്രൊഫഷണൽ സമീപനം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എപ്പോൾ രോഗം വരുന്നു അല്ലെങ്കിൽ എപ്പോഴാണ് പോകേണ്ടതെന്ന ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടോ അതിന് വലിയ പ്രസക്തിയില്ല. മറിച്ച് ഇത് എല്ലാ ആൾക്കാരും ഇൻവോൾവ് ചെയ്യേണ്ട ഒന്നാണ്. ഒന്നുകിൽ സ്വന്തമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനങ്ങനെ നിരവധി ആൾക്കാരെ കാണാറുണ്ട്. ഞാൻ പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുമുണ്ട്. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ തന്നെ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ചില ആൾക്കാർ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റ് ഫോർ എ പ്രോബ്ലം ടു നോക്കാം എന്നിട്ട് ആക്ട് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു കാര്യം, ഗ്ലോബലി പീപ്പിൾ ഹാവ് എ ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ദെയർ ഹെൽത്ത്. അവിടെ ഒരു കാര്യം കൂടെ ഞാനത് പറഞ്ഞോട്ടെ. നൗ അവർ ലൈഫ് സ്പാൻ ഹാസ് ഗോൺ അപ്പ്. അതായത് ഒരു 50-60 വർഷം മുമ്പ് വരെ ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ ശരാശരി ആയുസ് ഒരു 40 വയസ്സോ 35-40 ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്നത് 70-80കളിലോട്ടുമായി. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ പല ഫൈൻഡിങ്സുകളും നമ്മളെ കൊണ്ട് എത്തിക്കുന്ന മേ ബി അനദർ 15-20 years വി വിൽ ഡെഫിനറ്റ്ലി ക്രോസ് 100. ഒരുപക്ഷെ 30-40 മരിച്ചുകൊണ്ടിരുന്ന നമ്മളെ കാലഘട്ടത്തിൽ നിങ്ങൾ 80 വയസ്സ് വരെ ജീവിക്കും എന്ന് പറഞ്ഞാൽ അന്ന് വിശ്വസിക്കാൻ അത്ര എളുപ്പമല്ല. അതുപോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ശരാശരി 70-80 വയസ്സ് ആയുസ്സുള്ളൊരു വ്യക്തി 100-120 ക്രോസ് ചെയ്യുന്ന പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. കാരണം ഇന്ന് സയൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും എക്സൈറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ജീവിച്ചിരിച്ചതുകൊണ്ട് മാത്രം നല്ലതാവണമെന്നില്ല. ഹെൽത്ത് സ്പാനും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ 80ാമത്തെ വയസ്സിലും നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ?
നിങ്ങളുടെ കൊഗ്നിറ്റീവ് ഹെൽത്ത്, നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്ത്, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, നിങ്ങളുടെ മൊബിലിറ്റി, ഓക്കെ, നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, അതൊക്കെ നമുക്ക് നല്ലതാണെങ്കിലല്ലേ 100 വയസ്സും 120 വയസ്സ് വരെയും ജീവിച്ചിരുന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇമ്പ്രൂവ് ചെയ്യുന്നതിനകത്തും വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആരോഗ്യം വളരെ ശാസ്ത്രീയമായിട്ട് സമീപിക്കേണ്ട ഒന്നാണെന്നും അതിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സപ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടീം ഓഫ് ആൾക്കാർ, പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേവനമുണ്ട് എന്നൊരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. അല്ലാതെ രോഗം വരട്ടെ എന്നോ അല്ലെങ്കിൽ രോഗങ്ങൾ വരും അതൊന്നും തടഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലെന്നോ ഇതെന്റെ വിധിയാണെന്നോ മാത്രം ചിന്തിച്ചിരിക്കേണ്ട ഒന്നല്ല. നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരി, മുതിർന്നവർ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇത്രയും ആയില്ലേ, ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡയറ്റ് നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വേണ്ട എന്നുള്ളൊരു തോട്ട് അവർക്ക് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ മുതിർന്നു എന്നുള്ളത് അല്ലെങ്കിൽ അവർക്കപ്പോൾ ഡയബറ്റീസ് പോലുള്ള ചെറിയ അസുഖങ്ങൾ മാത്രമായിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് സാധ്യമാണോ ആ ഒരു പോയിന്റിൽ? എനിക്ക് വളരെ പ്രാധാന്യം കൊടുക്കണമെന്ന് തോന്നുന്നൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, നമ്മളുടെ ഇന്നത്തെ കേരളത്തിൻ്റെയും നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെയും ഒരു പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് എ ഹ്യൂജ് നമ്പർ ഓഫ് എൽഡർലി പോപ്പുലേഷൻ. തീർച്ചയായിട്ടും. അതിൽ പലരുടെ അവസ്ഥ പലരും ഇന്ന് ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ പഴയതുപോലത്തെ ഒരു സോഷ്യൽ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ പലർക്കും അവരുടെ ആരോഗ്യത്തിൻ്റെയും അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് എൽഡർലി പോപ്പുലേഷൻ്റെ ഹെൽത്ത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഗവൺമെൻറ് തലത്തിലൊക്കെ തന്നെ ആണെങ്കിൽ പോലും സാമൂഹിക തലത്തിലാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിനകത്ത് വളരെ ശക്തമായ ഇടപെടലിൻ്റെ സാധ്യതയുണ്ട്, ഇടപെടലിൻ്റെ ആവശ്യകതയുണ്ട്. ഇപ്പോൾ ഞാൻ സാധാരണ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു അപ്രോച്ചുണ്ട്, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടത്തിന് വേണമെങ്കിൽ ഒരു 4 ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യാം. 100 വയസ്സ് എന്നുള്ളതാണെങ്കിൽ 25. ആദ്യത്തെ 25 വർഷം നമ്മൾ പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ, നമ്മുടെ ഒരു കരിയറൊക്കെ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുക. അടുത്തൊരു 25 വർഷം കുടുംബം, കരിയർ, നമുക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ടാക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാടാക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം 45-50 വയസ്സൊക്കെ കഴിഞ്ഞു. പലപ്പോഴും ഒരു വ്യക്തി ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ഫ്രീ ആയി, കുറച്ച് ഫിനാൻഷ്യലും കുറച്ച് ഐഡൻറ്റിറ്റിയും കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോഴാണ്. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം ആ പ്രായമാകുമ്പോൾ തന്നെ ആരോഗ്യവും ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും ക്ഷയിച്ചിട്ട് പിന്നെ ഒരുപക്ഷെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പല വീടുകളിലും അമ്മമാരും അമ്മമാരും അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരൊക്കെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൽഡർലി പോപ്പുലേഷൻ്റെ ഹെൽത്ത് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. ഇനി ഈ വിഷയത്തിനകത്ത് സന്തോഷകരമായിട്ടുള്ള കാര്യം, മേ ബി ഇപ്പോൾ പറഞ്ഞതുപോലെ ഓൾറെഡി കുറച്ച് അസുഖങ്ങളുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അസുഖം വരാനുള്ള സാധ്യതകളുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് അത്ര നല്ലതായിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നമുക്ക് ഏത് സമയത്തും ആരോഗ്യത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് നല്ലൊരു വർത്തമാനം. അതിന് വേണ്ട ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഈറ്റിംഗ് പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു എക്സസൈസും മൂവ്മെൻറ്റുകളും ആയിരിക്കാം, കുറച്ചുകൂടെ നല്ലൊരു സോഷ്യൽ ലൈഫായിരിക്കാം, കുറച്ചുകൂടെ നല്ലൊരു ലൈഫിൻ്റെ ഒരു പർപ്പസിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാം. കാരണം പലപ്പോഴും ഞാൻ 60കളും 70ഉം കഴിഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഡയറ്റ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം എന്തിനു ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് പറയുന്ന ആ 3ാമത്തെ ക്വാർട്ടറുണ്ട്, മേ ബി ഒരു 50 to 75. കുറച്ചുകൂടെ മുന്നോട്ട് ചിന്തിച്ചാൽ ഒരു 4ാമത്തെ ക്വാർട്ടർ എങ്ങനെയായിരിക്കാം. ഒരു പക്ഷേ 30കളിലും 40കളിലും നടക്കണമെന്നും ചെയ്യണമെന്നും യാത്ര ചെയ്യണമെന്നും ചെയ്ത് ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും എന്തുകൊണ്ട് 60കളും 70കളും നമുക്ക് ചെയ്തുകൂടാന്നുള്ള. അപ്പം അത്തരത്തിൽ യാത്ര മാത്രമല്ല, ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അതിൻ്റെ ഒരു ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊരു വ്യക്തതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് പ്രായത്തിലും ഒരു വ്യക്തിക്ക് ആരോഗ്യം സൃഷ്ടിച്ചെടുക്കുന്നതിനകത്തുള്ള സയൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി എ ഡയറ്ററി ചേഞ്ച്, അല്ലെങ്കിൽ അതൊരു എക്സസൈസിൽ വരുത്തേണ്ട ഒരു മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ചിട്ടകളിൽ വരുത്തേണ്ട ഒരു ചില മാറ്റങ്ങളായിരിക്കാം. അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ഒരു 6 to 9 months കൊണ്ട് ഒരു വ്യക്തിക്ക് നല്ലൊരു ഹെൽത്ത് ട്രാക്കിലോട്ട് തിരിച്ചു വരാൻ സാധിക്കും. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കാൻ തയ്യാറാവണം. അവിടെ നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപക്ഷെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ,
ആരോഗ്യം സൃഷ്ടിച്ചെടുക്കാനായിട്ട് വളരെ ലളിതമായ മാർഗങ്ങളാണ് ഉള്ളത്. പക്ഷെ അത് എളുപ്പമായ മാർഗങ്ങളല്ല. വി ഹാവ് സിമ്പിൾ സൊല്യൂഷൻസ് ഫോർ ക്രിയേറ്റിംഗ് ഹെൽത്ത്, ബട്ട് വി ഡോണ്ട് ഹാവ് ഈസി സൊല്യൂഷൻസ്. നീഡ് ടു ബി കൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ പറഞ്ഞതിൽ എല്ലാത്തിലും നിറഞ്ഞു നിന്ന 3 വാക്കുകൾ ശ്രദ്ധിച്ചു. ഒന്ന് ഡയറ്റ്, എക്സസൈസ് ആൻഡ് സ്ലീപ്പ്. ആ ഒരു 3ന്റെയും ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വേറെയും കുറേ ഫാക്ടേഴ്സ് വേണമെങ്കിൽ നമുക്ക് റഡാറിൽ കൊണ്ടുവരാം. ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ രണ്ടായിട്ടൊന്ന് കാണും. ഭക്ഷണത്തിൽ കൂടെ നമുക്ക് കിട്ടുന്ന പോഷകങ്ങളുണ്ട്. ഇന്നത്തെ ഒരു പ്രായോഗിക സാഹചര്യങ്ങളിൽ ഭക്ഷണത്തിൽ കൂടെ കിട്ടാത്ത ഒത്തിരി പോഷകങ്ങൾ നമ്മുടെ ആരോഗ്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സസൈസുകളും ദൈനംദിന ചലനങ്ങളും. എക്സസൈസ് മാത്രം പോരാ എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നു, പക്ഷേ ബാക്കി സമയം മുഴുവൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, ഓഫീസിൽ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ എക്സസൈസ് ചെയ്തത് കൊണ്ടുള്ള എല്ലാ ബെനിഫിറ്റും നഷ്ടപ്പെട്ടു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ക്രിട്ടിക്കലാണ്. എനിക്ക് തോന്നുന്നു അത് കേട്ടപ്പോൾ ഇച്ചിരി ഷോക്ക് തോന്നി. ഞാൻ ഞെട്ടി. മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 2025 ക്ലീവ്ലാൻഡ് സ്റ്റഡിയാണ്. 1 അവർ എക്സസൈസ് ചെയ്യുന്നു, പക്ഷേ ബാക്കി സമയം മുഴുവൻ വെറുതെ ഇരിക്കുന്നു. 1 അവർ എക്സസൈസ് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എല്ലാം നള്ളിഫൈഡ് ആണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സസൈസുകളും മൂവ്മെൻറ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്, ഉറക്കം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്, മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് കൂടുതൽ കാര്യങ്ങൾ റഡാറിലോട്ട് ആഡ് ചെയ്യുന്നു. ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ ഹോർമോൺ ഹെൽത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഏജിങ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു കാര്യങ്ങൾ, നമ്മുടെ സോഷ്യൽ ലൈഫ് ആൻഡ് നെറ്റ്വർക്ക്സ്, നമ്മൾ ദൈനംദിനമായിട്ട് എത്ര ആൾക്കാരോട് ഇടപഴകുന്നു, സംസാരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനെ പരിപോഷിക്കാവുന്ന എത്ര സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ട്, എത്ര നെർച്ചറിങ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. പക്ഷേ നേരത്തെ ചോദിച്ച പോലെ ഡയറ്റിലായിക്കോട്ടെ, ന്യൂട്രീഷനിലായിക്കോട്ടെ, എക്സസൈസിലായിക്കോട്ടെ, ഇന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഞാൻ വീണ്ടും വിഷയത്തിലോട്ട് വരുന്നു. പല ആൾക്കാരും വളരെ ഉത്സാഹത്തോടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ വളരെ കൃത്യമായ ഡയറ്റിലാണ്, അല്ലെങ്കിൽ ഞാൻ 1 വർഷമായിട്ട് നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പല കാലഘട്ടങ്ങൾ കമ്മിറ്റഡ് ചെയ്യുന്നു. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ താല്പര്യത്തിനെയും കുറച്ചുകൂടി ഒന്ന് പ്രിസൈസ് ആയിട്ട് സയന്റിഫിക് ആക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളിപ്പോൾ ഇടുന്ന എഫേർട്ടിനും നിങ്ങളിപ്പോൾ അതിനുവേണ്ടി മാറ്റി വെക്കുന്ന സമയത്തിനും ഒരുപക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി കുറച്ച് പണവും ചെലവഴിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണവും സമയവും എഫേർട്ടിനും കുറച്ചുകൂടി നല്ല ബെറ്റർ റിട്ടേൺസ് നിങ്ങൾക്ക് ഹെൽത്തിൽ കിട്ടും. നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും നല്ല റിട്ടേൺ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന സമയവും പണവും പൈസയും ഏറ്റവും ബെസ്റ്റ് റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, സയന്റിഫിക്കലി നമുക്ക് എങ്ങനെ ചെയ്യാം? ഓക്കെ, ഞാൻ സയൻസ് പറഞ്ഞ ആൾക്കാരെ കോംപ്ലിക്കേറ്റ് ആകാനോ വഴിതെറ്റിക്കാനോ അല്ലെങ്കിൽ പിന്നെ അതൊരു കൺഫ്യൂഷൻ ആക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഡയറ്റിൻ്റെ കാര്യം എടുക്കാം. ഒരുപക്ഷെ ആൾക്കാർക്ക് ഏറ്റവും താല്പര്യം എനിക്കൊരു ഡയറ്റ് അങ്ങ് പറഞ്ഞു തരാം, ഞാൻ അതുപോലെ ചെയ്തു. അത്രയും അച്ചടക്കത്തോടെ വിധേയത്തോടെ വന്ന് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഞാൻ ഇന്ന് സയൻസ് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും പറ്റിയൊരു ഡയറ്റ് ഒന്നും ഇല്ല. നമ്മളുടെ ഭക്ഷണ രീതികളും ഭക്ഷണക്രമങ്ങളും നമ്മളാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ് ശരി. പക്ഷേ ഇൻഫാക്ട് വി ആർ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മീഡിയ, സൊസൈറ്റി, ദെൻ കൾച്ചർ, പിന്നെ പൊളിറ്റിക്സ്, ഫിനാൻഷ്യൽ ഇസ്പെക്ട്സ്, അത്രയും കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്തരം എന്ത് ഡയറ്റാണ് കഴിക്കണമെന്നുള്ള ചോദ്യത്തെക്കുറിച്ച് ഞാനും ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇത് ആൾക്കാരുടെ എന്ത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആലോചിച്ച് ഒരുപക്ഷെ ഞാനും എൻ്റെ ടീമും കൂടെ കണ്ടെത്തിയ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു അപ്രോച്ച് ടു ഡയറ്റാണ് 1G ഡയറ്റ് എന്നാ പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ ഡയറ്റ് 1, അങ്ങനെ 2 രസകരമായ കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്താണ് 1G ഡയറ്റ്? ഇന്ന് നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന അമിതമായ അന്നജമാണ്. തീർച്ചയായിട്ടും പല വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വിഷയം ഞാൻ പറയാം. ഇത്രമാത്രം അന്നജം കഴിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് അത്രയും അന്നജം ആവശ്യമായിരുന്നു. തീർച്ചയായിട്ടും കൃഷി, ഒരു ദിവസത്തെ ഡെയിലി കാലറി ആവശ്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരുപാട് അന്നജം കഴിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ചെയ്യുന്നത് അത്രയും കാലറി ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു 50-60 വർഷം മുമ്പ് ഒരു ശരാശരി മനുഷ്യൻ ചെലവഴിക്കുന്ന കാലറിയുടെ 1/3 മാത്രമേ നമുക്കിന്ന് ആവശ്യം വരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളിന്ന് ഓരോ ദിവസവും പ്രോസസ്ഡ് ഫുഡുകളും റിഫൈൻഡ് ഫുഡുകളും കഴിച്ച് കാലറി കൂട്ടിയെന്ന് മാത്രമല്ല, കഴിക്കുന്ന കാലറി അൺഹെൽത്തി ആയി കഴിഞ്ഞു. അതിന് പോഷകങ്ങളും
പ്രത്യേകിച്ച് സൂക്ഷ്മ പോഷകങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറയുന്ന പോഷകങ്ങളുടെ അളവ് കുറഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കും. ഇതാണ് ഏറ്റവും ഗൗരവമുള്ള ഭക്ഷണത്തിലെ വിഷയം. അപ്പോൾ അതുകൊണ്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കാലറി ഒന്നും കൂട്ടാനും നിൽക്കണ്ട, നിങ്ങൾ അതിൻ്റെ സൂക്ഷ്മ പോഷകങ്ങളും കൂട്ടാൻ നിൽക്കണ്ട, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം ഒന്ന് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ ഏറ്റവും ലളിതമായൊരു മാർഗ്ഗമാണ്. ഇന്ന് നമ്മുടെ ശരീരത്തിനകത്ത് കാലറി കൂടുതൽ എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു ധാന്യങ്ങളാണ്. അത് അരിയായിരിക്കാം, ഗോതമ്പായിരിക്കാം, ഇപ്പോഴത്തെ ഫാഷനായ മില്ലറ്റ്സുകളായിരിക്കാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, കപ്പ തുടങ്ങിയിട്ടുള്ളതായിരിക്കും. ഈ അരി കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ല, അല്ലെങ്കിൽ അരിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗോതമ്പിനെ ബേസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് കഴിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ്. എന്നോട് പലരും ചോദിക്കണം, രാത്രി കുറച്ച് സാലഡും അതുപോലെ കുറച്ച് എഗ്ഗോ അല്ലെങ്കിൽ വല്ല ഫിഷോ മാത്രം കഴിച്ച് കിടന്നാൽ രാത്രി വിശക്കില്ല. പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാത്രി വിശന്നിട്ട് ഞാൻ മരണപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കണ്ടുപിടിച്ചൊരു മാർഗം ദിവസം ഒരു നേരം മാത്രം ധാന്യങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അതാണ് 1G. G സ്റ്റാൻഡ്സ് ഫോർ ഗ്രെയിൻ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു മേ ബി ഓൾമോസ്റ്റ് ഒരു 15-20 ഇയേഴ്സ് ഞാൻ ദിവസത്തിൽ ഒരു നേരം മാത്രമേ ധാന്യം കഴിക്കാൻ എനിക്ക് തോന്നാറുള്ളൂ. ഒരു നേരമേ ധാന്യമുള്ളൂ. ധാന്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ അരി, ഗോതമ്പ്, മില്ലറ്റ്, ഓട്സ് എല്ലാം കഴിവതും ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക്, മോസ്റ്റ്ലി ഉച്ചയ്ക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ കഴിക്കും. ഞാൻ പറഞ്ഞതിനർത്ഥം ഇഡ്ഡലി, പുട്ട്, ദോശ, അപ്പം, ഇടിയപ്പം, പിന്നെ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരം കഴിച്ചാൽ മതി. ഈ ഒരു നേരം ധാന്യങ്ങൾ കഴിക്കുന്ന ഒരൊറ്റ കാര്യം ചെയ്താൽ തന്നെ വിപ്ലവകരമായ മാറ്റങ്ങൾ കാലറി ഇൻടേക്കിലും, കാലറി ഇൻടേക്കിൽ കൂടെ മാറ്റം വരുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസത്തിലും വരും. അപ്പോൾ അവിടെ ഞാനൊരു മെഡിക്കൽ വാക്ക് പറഞ്ഞു, മെറ്റബോളിസം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഭാഷ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കുണ്ടാകുന്ന അമിതവണ്ണം, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആൾക്കാർക്ക് അറിയാം, പ്രീ ഡയബറ്റിസ്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ കൊളസ്ട്രോൾ റിലേറ്റഡ് ഇഷ്യൂസ്, ഫാറ്റി ലിവർ, സ്ത്രീകൾക്കൊക്കെ വരുന്ന പിന്നെ PCOD, ഇന്നിപ്പോൾ അതിൻ്റെ പേര് മാറ്റി PCOD, അതുപോലെ തന്നെയുള്ള സ്ട്രോക്ക്, ഹൃദ്രോഗം തുടങ്ങിയിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും മെറ്റബോളിസമായിട്ട് അടുത്ത ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണക്രമം മാറ്റി നിങ്ങളുടെ കാലറി ഇൻടേക്ക് കുറച്ച് 1G ഡയറ്റോട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളിലെല്ലാം നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബാരിക്കേഡ് ഇട്ട് കഴിഞ്ഞു. സോ ഇറ്റ്സ് എ സിമ്പിൾ അപ്രോച്ച് ഭക്ഷണത്തെ. അതിനോടൊപ്പം ഒരുപക്ഷെ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പം വിട്ടുപോകാൻ പാടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാം. ഒന്ന്, കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിൽ ഫൈബർ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ ഇൻടേക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിലൊന്നും ഞാൻ വലിയ പഠനങ്ങൾ കണ്ടിട്ടില്ല. ഒരു ദിവസം ഒരു വ്യക്തി ശരാശരി 25-35 ഗ്രാം ഫൈബർ കഴിക്കണതൊക്കെയാണ് കണക്ക്. അമേരിക്കയിൽ നടത്തിയ പഠനങ്ങൾ പറയുന്ന ആവറേജ് ഇൻടേക്ക് ഈസ് ലെസ് ദാൻ 10 ഗ്രാം. ഓക്കെ, ഫൈബർ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ന്യൂട്രിയൻ്റാണ്. ഇന്ത്യൻ ഭക്ഷണത്തിലും വ്യത്യാസമാകാൻ സാധ്യതയില്ല. അപ്പോൾ നല്ല നാരുകളടങ്ങിയ ഭക്ഷണം, അത് പച്ചക്കറികളായിരിക്കാം, പഴങ്ങളായിരിക്കാം, ഇലക്കറികളായിരിക്കാം, അതുപോലെ തന്നെ നട്ട്സ്, സീഡ്സ്, തവിടുകളായ അരികൾ തുടങ്ങിയിട്ടുള്ള ഇഷ്ടം പോലെ ഫൈബറുള്ള സാധനങ്ങൾ, അത് ഉറപ്പാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട മൂന്നാമത്തെ വിഷയം പ്രോട്ടീനാണ്. ഓക്കെ, ജനറലി ഒരു 20-25 വർഷം മുമ്പ് വരെ ആൾക്കാരുടെ പൊതുവായിട്ടുള്ള ചിന്താഗതി, ഞാൻ ഉൾപ്പെടെയുള്ള ചിന്താഗതി, ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ജിമ്മ്, മസിൽ, സ്പോർട്സ്, ഫിറ്റ്നസ്, ഫിലിം സ്റ്റാർസ്, ഇതിൻ്റെ അപ്പുറത്തോട്ട് അർത്ഥം വലിയ പ്രോട്ടീൻ്റെ പ്രാധാന്യം ഇല്ല. എവ്രിബഡി നീഡ്സ് പ്രോട്ടീൻ. നേരത്തെ നമ്മൾ പ്രായമുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഡിമാൻഡിങ് ന്യൂട്രിയൻ്റ് പ്രോട്ടീനാണ്. അപ്പോൾ നമുക്കൊരു പ്രോട്ടീൻ സ്കെയർഡ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. ഞാൻ പ്രോട്ടീനെ കുറിച്ച് സംസാരിച്ച ആദ്യം എന്നോട് ചോദിക്കുന്നത്, ഡോക്ടറെ കിഡ്നിക്കും ലിവറിനും പ്രോബ്ലം ഉണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള എന്തൊരു മാത്രം ഭയമാണ് പ്രോട്ടീൻ. എന്നാൽ ഈ അന്നജത്തെക്കുറിച്ചോ റിഫൈൻഡ് ഫുഡിനെ കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു ഭയമില്ല. ഇതിനേക്കാൾ വില്ലന്മാരാണ് അതൊക്കെ. അപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ പോലെ കാലറിയുടെ അളവ് കുറച്ച്, അന്നജത്തിൻ്റെ അളവ് കുറച്ച്, ഫൈബർ ഇൻക്ലൂഡ് ചെയ്ത്, പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്ത്, പച്ചക്കറികളും പഴങ്ങളും ഇലക്കറികളും അടങ്ങുന്ന ഒരു പ്ലാൻ ബേസ്ഡ് ഡയറ്റ് വിത്ത് ലോട്ട് ഓഫ് യുവർ പേഴ്സണൽ ചോയ്സ്. മുട്ടയായിരിക്കാം, ഫിഷ് ആയിരിക്കാം, എഗ് ആയിരിക്കാം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. ഇത് ഉറപ്പാക്കാവുന്ന ഒരു ലെവലിലോട്ട് പതുക്കെ നിങ്ങളുടെ ഭക്ഷണക്രമത്തെ ഒന്ന് മാറ്റിയെടുക്കുക. ആ ഭക്ഷണക്രമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. എനിക്കിത് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടുക, അത് പ്രായോഗികമായിട്ട് നടക്കുന്ന ഒന്നായിരിക്കണം. അത് രാവിലെ ഭക്ഷണം ഉണ്ടാക്കാനും പോഷകങ്ങൾ നോക്കാനും അന്നജം നോക്കാനും പ്രോട്ടീൻ നോക്കാനും വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഒരു ജീവിതം നമുക്ക് പ്രായോഗികമല്ല. അപ്പോൾ ഇഷ്ടപ്പെടണം, അത് ശാസ്ത്രീയമായിരിക്കണം, പ്രായോഗികമായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്താൽ നമ്മൾ കണ്ടിന്യൂ. എനിക്കൊന്ന് ഭക്ഷണത്തിൽ ഇത്ര ലളിതമായിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കുന്നത് തന്നെയാണ്
എപ്പോഴും നല്ലത്. അതെ അതെ, എപ്പോഴും നമുക്ക് കേൾക്കുമ്പോഴായിരിക്കും അതൊരു വലിയ പ്രയാസമായിട്ട് തോന്നും. പക്ഷെ ചിട്ടയായിട്ടുള്ള ഈ ഒരു രീതിയിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ പറഞ്ഞ പോലെ അതൊരു ചേഞ്ചിങ് യുവർ ഡയറ്റ് ഇസ് ലൈക്ക് കില്ലിങ് എ പേഴ്സൺ. എനിക്ക് ഇങ്ങനെ അല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരാൾക്കാരാണ്. പക്ഷേ ഐ തിങ്ക് അവിടെ ഒരു കുറച്ച് സമയമെടുത്ത് കുറച്ചുകൂടെ ഒന്ന് പേഴ്സണലൈസ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാനിപ്പോൾ 15 വർഷമായി ഒരു പ്രൊഫഷണൽ ലൈഫ് തുടങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസിനെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് ഒരാളും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഈ പറയുന്ന ഭക്ഷണമൊക്കെ മോശമാണ്, അല്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല, ഇത് കഴിച്ചിട്ട് വലിയ വ്യത്യാസമില്ല എന്ന് പറയുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. സോ സയൻസ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ കാണുന്നവർക്കുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിക്കുകയാണ്, ചില ക്രേവിങ്സ് നമുക്കുണ്ടാവില്ലേ, അത് ഈ ഒരു ഡയറ്റിൽ ഫോളോ ചെയ്ത് പോകുമ്പോൾ അത്തരം ക്രേവിങ്സ് നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് നല്ല ക്രേവിങ്സ് ഉണ്ട്. ക്രേവിങ്സ് നമ്മുടെ കൂടെ ഉള്ളതാണ്. അതെ. ആൻഡ് ഡോണ്ട് ഡിനൈ ക്രേവിങ്സ്. കാരണം ക്രേവിങ്സ് പല റീസൺസ് കൊണ്ട് വരാം. ഒന്ന്, നമ്മുടെ ഉള്ളിൽ വരുന്ന ചില ഇമോഷണൽ കൊതികളുണ്ടാവും അല്ലേ, പണ്ടത്തെ കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ കാണുന്ന ചില ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാം. അല്ലെങ്കിൽ പല ആൾക്കാരും ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ക്രേവിങ്സിൻ്റെ കാരണം സമ്മർദ്ദം, സ്ട്രെസ് ഉണ്ടെങ്കിൽ വരും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രേവിങ്സ് വരുന്ന സമയം നോക്കിയാൽ വൈകുന്നേരങ്ങളാണ്. കാരണം പകലത്തെ സ്ട്രെസ് മുഴുവൻ തീർക്കുന്ന വൈകുന്നേരങ്ങൾ. തീർച്ചയായിട്ടും. അപ്പോൾ ക്രേവിങ്സ് പിന്നെ നമ്മുടെ ഇമോഷണൽ റിക്വയർമെൻറ്റ് കൊണ്ടുവരാം, സ്ട്രെസ്സ് കൊണ്ടുവരാം. പിന്നെ നമുക്ക് ചില ഭക്ഷണവുമായിട്ട് നമുക്ക് വളരെയധികം ലവ് അഫെയർ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാം. നമുക്ക് ഭയങ്കര ലവ് അഫെയർ ആണ് ഭക്ഷണമായിട്ട്, അത് നമുക്ക് കിട്ടിയേ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. പോഷകക്കുറവുകൊണ്ടും ക്രേവിങ്സ് വരാം. നമ്മുടെ ബോഡി നീഡ് ചെയ്യുന്ന ചില അങ്ങനെ ക്രേവിങ്സ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട എന്തുകൊണ്ടായിക്കോട്ടെ, ഐ തിങ്ക് എവറിബഡി ഷുഡ് സാറ്റിസ്ഫൈ ദെയർ ക്രേവിങ്സ്. പക്ഷേ ക്രേവിങ്സ് ആണ് മെയിൻ ഫുഡ് ആകുമ്പോഴാണ് പ്രോബ്ലം. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാവുന്ന കാര്യം, ഞാൻ ആൾക്കാരോട് സാധാരണ പറയുന്നൊരു കാര്യം, 80% ഓഫ് യുവർ ഡയറ്റ് ക്യാൻ ബി ഗുഡ്. ഓക്കെ, നമ്മളിപ്പോൾ സംസാരിച്ച പോലത്തെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് പ്രധാനമായിട്ടും കഴിക്കുക. ഒരു 20% ഓർ 10 to 20% ഗോ ഫോർ ഇറ്റ്. കാരണം ഞാൻ പറയുന്നു, അത്തരത്തിലുള്ള ക്രേവിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊതുവായ ഭക്ഷണക്രമവും പൊതുവായ നിങ്ങളുടെ ചിട്ടകളും പൊതുവായ നിങ്ങളുടെ സസ്റ്റൈനിറ്റിയും കൂടുതലായിരിക്കും. കാരണം നിങ്ങൾ എത്രത്തോളം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ആഗ്രഹം ഒരുപക്ഷെ കൂടിക്കൊണ്ടിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പിന്നെ ഇത്തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ളതോ ക്രേവിങ്സോ ഒന്നും ഭക്ഷണം കഴിക്കുന്നതിന് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആൾക്കാർ റെസിസ്റ്റ് ചെയ്യാമെന്ന് പറയാറില്ല. അതെ, ഈ ഒരു പോയിന്റ് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും കേൾക്കാൻ ഡോക്ടറിൽ നിന്ന്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആൻഡ് നമ്മൾ ഒന്ന് ജിമ്മിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വർക്കൗട്ടിലേക്കൊക്കെ ഒന്ന് പോകാൻ, ജിമ്മിൽ പോകുന്നത് മാത്രമാണോ, അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സസൈസ് എന്ന് പറയുന്ന ഒരു കാര്യം പറ്റുള്ളൂ? വീട്ടിൽ ചെയ്യുന്നതും മനസ്സിലാക്കി ചെയ്യുന്നതും പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുക? അല്ല, അത് എവിടെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തിനു ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു. എന്തിനു ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ എനിക്കൊന്ന് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം. നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള 2 ഘടകങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. ഒന്ന്, ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള പേശികളുടെ അളവും ബലവും, സ്ട്രെങ്തും മാസും. മറ്റൊന്ന്, ആ വ്യക്തിയുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകൾ. മസിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, മസിൽസിനെ പ്രിസർവ് ചെയ്യുക, മസിൽസിനെ ബിൽഡ് ചെയ്യുക എന്നത് ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ നടക്കേണ്ട ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയ. പണ്ടെന്ന് ഇങ്ങനത്തെ ഒരു അജണ്ട നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പണ്ടൊരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ അവന് പേശികൾക്ക് ശക്തിയും ബലവും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു 100 വർഷം പുറകിലോട്ട് നമ്മൾ പോയാൽ ഒരു വ്യക്തി ദൈനംദിനമായിട്ട് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കൃഷിപ്പണിയെടുക്കുക, നടക്കുക, മല കയറുക, പിന്നെ നീന്തുക, മരം കയറുക, വിറക് കയറുക, മുറ്റമടിക്കുക, വെള്ളം കോരുക, അരിയാട്ടുക തുടങ്ങിയിട്ടുള്ള പ്രക്രിയകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എല്ലായിടത്തും നമ്മുടെ പേശികളുടെ ഒരു ജനറൽ ഇൻവോൾവ്മെന്റ്. സോ യു ആർ ബൈ ഡിഫോൾട്ട് എൻഗേജിങ് യുവർ മസിൽസ് ഓൺ എ ഡെയിലി ബേസിസ്. ഇന്ന് നമുക്ക് അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പം അത് നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ്. ഇവിടെയാണ് ഒരു പക്ഷേ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഡിസൈൻ വി ഹാവ് ടു ബിൽഡ് മസിൽസ്. പണ്ട് ഞാൻ ആ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു, ബൈ ഡിഫോൾട്ട് വി ഹാഡ് മസിൽസ്, നൗ ബൈ ഡിസൈൻ വി ഹാവ് ടു ബിൽഡ് മസിൽസ്. അപ്പോഴാണ് എക്സസൈസിന്റെ റോളോട് വരുന്നത്. പേശികളെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പേശികളെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, പേശികളെ ചാലഞ്ച് ചെയ്യണം. ഓക്കെ, അത് ശരീരഭാരം കൊണ്ടാവാം, അല്ലെങ്കിൽ ഡംബൽസോ, കെറ്റിൽ ബെൽസോ, ബാർബെൽസോ, മെഷീൻസോ പോലുള്ള മറ്റ് ഉപകരണങ്ങൾ കൊണ്ട് ചലഞ്ച് ചെയ്യാം. പേശികളെ വെല്ലുവിളിക്കാതെ പേശികൾ വളരില്ല. അതൊരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ്. അപ്പോൾ പേശികളെ ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സസൈസ് വേണം. മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട്, പേശികൾ മാത്രം വളർന്നാൽ പോരാ, നമ്മുടെ ഹൃദയവും രക്തധമനികൾക്ക് വേണ്ട ആരോഗ്യമുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന കാർഡിയോവാസ്കുലർ എക്സസൈസ്.
സോ കാർഡിയോവാസ്കുലർ എക്സസൈസിനെ വേണമെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസ് ആയിട്ട് മാറ്റാം. അപ്പോൾ മസിൽ ബിൽഡിംഗ് എക്സസൈസുകൾ ഒന്ന്, റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നും സ്ട്രെങ്ത് ട്രെയിനിങ് എന്നും പറയും. കാർഡിയോവാസ്കുലർ എക്സസൈസ് മറ്റൊന്ന്. ഇതുപോലെ നമുക്ക് വിട്ടുകളയാൻ പാടില്ലാത്ത മറ്റൊന്നാണ് മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ബാലൻസ്. കാരണം 50-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ ഏറ്റവും വലിയ ചലഞ്ച് മൊബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ബാലൻസുമാണ്. അത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ തീരുമാനിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതിനെയും കൂടി നമ്മുടെ എക്സസൈസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പറയും, ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്യായാമം ഉണ്ടാകണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി അടുത്ത ചോദ്യം, താങ്കൾ ചോദിച്ച ചോദ്യം, അതിന് വീട്ടിൽ ചെയ്യണോ റോട്ടിൽ ചെയ്യണോ അതോ ജിമ്മിൽ പോകണോ എന്നുള്ളതാണ്. അത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ്. ജിമ്മിൻ്റെ ഒരു ഡെഫിനിഷൻ ബൈ ഡിസൈൻ ഈ പറഞ്ഞ എല്ലാ സയൻസും അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഓരോന്നോരോന്ന് അന്വേഷിച്ച് പോകണ്ട. രണ്ട്, അതിനുള്ള ട്രെയിൻഡ് പ്രൊഫഷണൽസ് അവിടെയുണ്ട്, അതിന് സയൻറ്റിഫിക്കായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇനിഷ്യൽ അസസ്മെൻറ്റിന് ശേഷം അതിന് പറ്റുന്ന രീതിയിൽ പടിപടിയായിട്ട് അവിടെ ഒരു ചിട്ടയായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയാൽ ജിം ഈസ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ. സത്യം. നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ ഇൻഫാക്ട് ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ജിമ്മിൻ്റെ എൻവയറമെൻറ്റ് എനിക്ക് ഇഷ്ടമാണ്, ജിമ്മിലെ ശബ്ദവും ബഹളങ്ങളും സൗഹൃദങ്ങളും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പം ഞാനൊരു ഹോം ബേസ്ഡ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്, സെൽഫ് ഡ്രിവൺ ആയിരിക്കണം. നമ്മൾ തന്നെ സ്വയം ചെയ്യണം, നമ്മൾ എൻകറേജ് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഒന്നും ആരും ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നിങ്ങൾ വീട്ടിലാണെങ്കിലും, ഞാൻ വീട്ടിലാണ് ചെയ്യുന്നത്, വീട്ടിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് ഡു സ്ട്രെങ്ത് ട്രെയിനിങ് ഓർ റെസിസ്റ്റൻസ് ട്രെയിനിങ് ടു ബിൽഡ് മസിൽസ്. യു ഷുഡ് ഡു കാർഡിയോവാസ്കുലർ എക്സസൈസസ്. യു ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് സം ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി ട്രെയിനിങ്. പിന്നെ കുറച്ചുകൂടെ ഡെപ്തിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ആൾക്കാരെ സോൺ 2 ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞൊരു ട്രെയിനിങ്ങിനെ കുറിച്ച് പരിശീലിപ്പിക്കാറുണ്ട്. ഫാറ്റിനെ ബേൺ ചെയ്യുന്ന, ഫാറ്റിനെ ഓക്സിഡൈസ് ചെയ്യുന്ന ലെവൽ ഓഫ് ട്രെയിനിങ് ആണ് സോൺ 2 ട്രെയിനിങ്. അതുപോലെ തന്നെ ലോഞ്ചിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങുകൾ പോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ. ഒരു ബിഗിനറെ സംബന്ധിച്ച് ഈ 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് ചെയ്തു തുടങ്ങിയാൽ മതി. പക്ഷെ ഇപ്പോൾ ജിമ്മിൽ പോയാലതെ വീട്ടിൽ ചെയ്തോട്ടെ, നിങ്ങൾ എന്ത് വ്യായാമം ചെയ്യുന്നതായിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാനോ സ്റ്റാർട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. എന്നിട്ട് ആ പ്രോസസ്സ് ഒന്ന് ബിൽഡ് ചെയ്താൽ. ഈ ഒരു 20 മിനിറ്റ്സ് നടത്തത്തെ കുറിച്ച് കൂടി ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിലർക്ക് ഒരു ക്ലാരിറ്റി വേണം. ഞാൻ 20 മിനിറ്റ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ റീലുകളിലൊക്കെ കണ്ടതാണ്. ഒരു 20 മിനിറ്റ്സ് നടത്തം ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ എക്സസൈസിന് പകരമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ? ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. മനുഷ്യ ശരീരത്തിന് എക്സസൈസ് ഉണ്ടോ അല്ല അതുണ്ടോ എന്നുള്ള, മനുഷ്യ ശരീരം ചലനത്തിന് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്? ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഘടന നോക്കി, ശരീരം ഉരുണ്ടല്ലോ ഇരിക്കുന്നത്, നമുക്ക് കൈയും കാലും ഉണ്ട്. അപ്പോൾ അത് ചലിക്കാൻ വേണ്ടിയിട്ടാണ്. യു നീഡ് ടു മൂവ്. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഇന്ന് സയന്റിഫിക്കലി നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഒരു 7000 സ്റ്റെപ്സ് പെർ ഡേ. ഓക്കെ, പല ക്ലിനിക്കൽ സ്റ്റഡീസും പറയുന്നത് നിങ്ങൾ മിനിമം 7000 അടി ഒരു ദിവസം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമായ ചലനങ്ങളായി. പ്ലസ് നേരത്തെ നമ്മൾ പറഞ്ഞ പേശികൾക്ക് ബാലൻസ്, സ്ട്രെങ്ത്, കാർഡിയോവാസ്കുലർ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിറ്റ്നസ്, ഇതാണ് ഒരു വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു 20 മിനിറ്റ് നടത്തം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് 20 മിനിറ്റ് നടക്കാതിരിക്കണ്ട. ഇനി ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ആൾക്കാരുടെ പറയാറുണ്ട്, ഒരുപാട് പ്രൊലോങ്ഡ് സിറ്റിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതലും പ്രൊലോങ്ഡ് സിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് സെഡൻഡറി, അതായത് രാവിലെ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നു, ബാക്കി ഫുൾ ടൈം സെഡൻഡറി ആണ്. അവിടെ കൊണ്ടുവരാവുന്ന ഏറ്റവും നല്ലൊരു മാറ്റമായിട്ട് ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്ന് എക്സസൈസ് സ്നാക്കിംഗ് എന്നാണ്. ഓക്കെ, എക്സസൈസ് സ്നാക്കിംഗ് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഹെൽത്ത് സർക്കിൾ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വേർഡാണ്. എക്സസൈസ് സ്നാക്കിംഗ് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ദിവസം ഒരു മിനിമം ഒരു 5 തവണയെങ്കിലും ഒരു 1-2 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ബ്രേക്ക് എടുത്തിട്ട് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു വ്യായാമം ചെയ്യാം. ഒരു 2 മിനിറ്റ് ആണെങ്കിൽ ഐഡിയൽ. അല്ല, 1 മിനിറ്റിൽ മസിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമവും 1 മിനിറ്റ് നമ്മുടെ കാർഡിയോവാസ്കുലർ എക്സസൈസും ചെയ്യാം. ദാറ്റ് മീൻസ് ഇറ്റ് ടേക്സ് ജസ്റ്റ് 2 മിനിറ്റ്സ്. 2 മിനിറ്റ്സ്, അങ്ങനെ 5 തവണ. അപ്പം ഞാൻ ആൾക്കാർക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു ശീലം പറഞ്ഞു കൊടുക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് 2 മിനിറ്റ്, ഒരു മിഡ് മോർണിംഗിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ബ്ലാക്ക് ടീയോ ബ്ലാക്ക് കോഫിയോ ടീയോ എന്തെങ്കിലും കുടിക്കുന്ന സമയത്ത് ഒരു 2 മിനിറ്റ്, ലഞ്ചിന് മുമ്പ് ഒരു 2 മിനിറ്റ്, ഈവനിങ് സ്നാക്കിന് മുമ്പ് 2 മിനിറ്റ്, ഡിന്നറിന് മുമ്പ് 2 മിനിറ്റ്. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞു,
ഞാൻ സ്നാക്കും ഈവനിങ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇതിനെ വീണ്ടും ആലോചിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വാഷ്റൂമിൽ പോയതിന് ശേഷം 2 മിനിറ്റ്. അപ്പം എന്തായാലും ഒരു തവണ ഒരു യൂറിൻ പാസ് ചെയ്യാനായിട്ട് നമ്മളൊരു 4-5 തവണയെങ്കിലും മിനിമം പോകുമല്ലോ. എവറി വാഷ്റൂം ബ്രേക്ക് ക്യാൻ ബി ഫോളോഡ് ബൈ എ 2 minutes ബ്രേക്ക്. ദിസ് ഈസ് കോൾഡ് എക്സസൈസ് സ്നാക്കിംഗ്. ദിസ് ഈസ് ഫൗണ്ട് ടു ബി വെരി വെരി പവർഫുൾ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ 20 മിനിറ്റ് നടത്തത്തിനേക്കാൾ പവർഫുൾ ആണ് ഇത്. ദിസ് ഈസ് കോൾഡ് എക്സസൈസ് സ്നാക്കിംഗ്. 5 തവണ ഒരു ദിവസം ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ചില ദിവസങ്ങൾ ചില ജീവിതത്തിലെ ചില കാലഘട്ടങ്ങൾ അങ്ങനെ ആയിപ്പോവും, നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എക്സസൈസ് സ്നാക്കിംഗ് ചെയ്യാം. ഞാൻ പറഞ്ഞു കൊടുത്ത മുഴുവൻ ആൾക്കാരും എന്നോട് ചെയ്യുന്ന ഫീഡ്ബാക്ക് വളരെ വളരെ വ്യത്യാസം അവരുടെ ഹെൽത്തിനുണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനാവട്ടെ. ഡോക്ടർ പറഞ്ഞു ആ ഒരു ടിപ്പ്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കതൊരു ചെയ്യാലോ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല എക്സസൈസ് സ്നാക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ മിക്കവാറും അവിടെ നിർത്താറില്ല. അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ട് അവർ പതുക്കെ ഒരു പുതിയ എക്സസൈസ് ക്രമം തന്നെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എക്സസൈസ് സ്നാക്കിംഗ്. ഓക്കെ ഡോക്ടർ, നമ്മൾ 40 കഴിഞ്ഞ അല്ലെങ്കിൽ 40+ ആയിട്ടുള്ള ലേഡീസ് ആ സമയത്ത് ഒരു എക്സസൈസ് ഡയറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കുറച്ച് കൂടുതൽ അവർക്ക് പ്രയോജനപ്പെടും. നല്ലൊരു വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ്. കാരണം ഐ സി ലോട്ട് ഓഫ് പീപ്പിൾ സഫറിങ്. ഒത്തിരി ആൾക്കാർ സഫർ ചെയ്യാറുണ്ട്, ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കാറുണ്ട്. 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് വിഷയങ്ങൾ സ്ത്രീകളിലുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിൽ ഒരു നമുക്കറിയാം ഓവറി ഉണ്ട്, പിന്നെ ഓവം പ്രൊഡക്ഷനുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഹോർമോണൽ ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യുന്നത് ഓവറിയിൽ എത്ര എഗ് ഉണ്ട് എന്നുള്ളതാണല്ലോ. അപ്പം മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും എഗ്ഗുകൾ നഷ്ടപ്പെടുക. അപ്പോൾ എഗ്ഗുകൾ നഷ്ടപ്പെടുന്ന അനുസരിച്ച് സ്ത്രീകളുടെ ശരീരത്തിലുള്ള ഹോർമോൺ സിസ്റ്റവും പതുക്കെ 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 ചേഞ്ച് ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് എൻഡ്സ് അപ്പ് ടു മെനോപോസ്. ഇപ്പോൾ പക്ഷേ വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം, ഏകദേശം ഒരു 35-40 വയസ്സാവുമ്പോൾ തന്നെ ഈ ഓവറിലുള്ള ടോട്ടൽ എഗ്ഗിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ചിട്ട് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, DHEA, അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളൊക്കെ പതുക്കെ വ്യത്യാസം വരാം. ഇത് പുരുഷന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസത്തിനേക്കാളും കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. അപ്പോൾ സംഭവിക്കുന്നത് ആ പീരീഡ് വിച്ച് വി കോൾ ദ പെരിമെനോപോസ്. അപ്പോൾ 35-40 വയസ്സാകുമ്പോൾ തന്നെ പീരീഡ്സ് ഉണ്ട്, പക്ഷേ പെരിമെനോപോസിൽ എത്തിക്കഴിഞ്ഞു. ഒരു പക്ഷേ 45-50 55 ഒക്കെ ആകുമ്പോഴായിരിക്കും മെനോപോസിലെത്തുന്നത്. ഇതൊരു വളരെ ഗോൾഡൻ പീരീഡാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഒരു 50-60% സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത് മെനോപോസിലും മെനോപോസിന് ശേഷമാണ്. മെനോപോസ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ മെനോപോസിങ് വലിച്ചെടുക്കും. കാരണം സ്ത്രീയുടെ ശരീരത്തിൽ കൊടുക്കുന്ന എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ട്, ബോത്ത് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, കൊഗ്നിറ്റീവ്ലി. ആ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ, DHEA തുടങ്ങിയിട്ടുള്ള നിരവധി ഹോർമോണുകളുടെ ബെനിഫിറ്റ് ഭാഗികമായിട്ട് നഷ്ടപ്പെടുന്ന സമയമാണ് മെനോപോസ്. ആ സമയത്ത് സ്ത്രീകളുടെ പല അവയവങ്ങൾ അഫക്റ്റഡ് ആവും. ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആവുന്ന ഒന്ന് മസിൽസാണ്, ബോൺ അഫക്റ്റഡ് ആവും, ഹൃദയം അഫക്റ്റഡ് ആവും, ബ്രെയിൻ അഫക്റ്റഡ് ആവും. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ജീവിത സമയ കാലഘട്ടമാണ് 40 എന്ന് പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്നത് റൈറ്റ് ഫ്രം ദ ഏജ് ഓഫ് 35 to 40 സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തിൽ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ ഒരുപക്ഷെ എനിക്ക് പറയാൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും അതിലോട്ട് പോകുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്ന് അവരുടെ ശരീരത്തിലെ പേശികളിലോട്ട് തന്നെയാണ്. അവരുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗൻ പേശികളായതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഒരു 35-40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ പേരും അവർ പ്രാധാന്യത്തോടെ കൊടുക്കേണ്ട ഒരു വിഷയം, ദേ ഷുഡ് സ്റ്റാർട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ്, മസിൽ ബിൽഡിങ് അവർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതൊരു വളരെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഒരു വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 50-60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അത് ചെറിയൊരു ഷോക്കായിരിക്കും. ഞാൻ ഇനി ഈ പ്രായത്തിൽ ഒരു എക്സസൈസ് അതുപോലെ വെയിറ്റ് ഒക്കെ എടുത്ത് ചെയ്യാന്നുള്ളത് അത് ഇച്ചിരി അഹങ്കാരമാണ്, കടുത്ത കൈയാണെന്ന് ചിന്തിക്കുന്നത്. അത് ഒരു തെറ്റാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഐ തിങ്ക് യു ഹാവ് ടു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ മെനോപോസ്. കാരണം മെനോപോസ് കഴിയുമ്പോഴാണ് സ്ത്രീകളുടെ ഹെൽത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പേഴ്സണലി എനിക്കറിയാം, ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഹെൽത്തിനകത്തും ഞാൻ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കണ്ടത് മെനോപോസിൻ്റെ സമയത്ത്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് സ്ത്രീകൾ പേശികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യായാമങ്ങളിലോട്ട് തന്നെ മൂവ് ചെയ്യണം. കാരണം മസിൽ എന്ന് പറഞ്ഞത് ഓവറിയുടെ ഒരു ബാക്കപ്പ് ഓർഗനാണ്.
ഓവറി പിന്നെ ഓവേറിയൻ ഫങ്ഷൻസും അതിൻ്റെ ഹോർമോണൽ ഇൻഫ്ലുവൻസും ഒരു 50-55 വയസ്സാകുമ്പോൾ പതുക്കെ പുറകിലോട്ട് മാറും. നമ്മൾ പറയുന്നത് ഓവറി ഗോസ് ഫോർ എ വെക്കേഷൻ എന്നാണ് പറയുന്നത്. ആ സമയത്ത് ആ റോള് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്രനമായ അവയവം മസിൽസാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ മസിൽ ഒരു ചെറിയൊരാളല്ല. അപ്പോൾ അതൊന്ന്. രണ്ട്, സ്ത്രീകളുടെ ഭക്ഷണക്രമത്തിലാണ്. എനിക്ക് തോന്നുന്നു കുടുംബജീവിതമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും സംഭവിക്കുന്നത് സ്ത്രീകളുടെ ഡയറ്ററി പാറ്റേൺസും ലൈഫ് സ്റ്റൈൽ പ്രയോറിറ്റീസൊക്കെ ഏറ്റവും കുടുംബത്തിൽ ഏറ്റവും താഴോട്ട് പോകും. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളാണ്. പക്ഷെ നമ്മൾ പലരും മനസ്സിലാക്കേണ്ട ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും ആരോഗ്യവും പലപ്പോഴും അതിൻ്റെ നെടുംതുണായിട്ട് അദൃശ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾ ഒരുപക്ഷെ അവിടെ ആദ്യം ചെയ്യേണ്ടത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റംഗങ്ങളോ പുരുഷന്മാരോ ഒരുപക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് അവർ ഒരു ടോപ്പ് പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ അവരുടെ ഡയറ്റ് നോക്കണം. മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് അത് വളരെ പ്രധാനപ്പെട്ടാണ്. പലർക്കും ഒരുപാട് മാനസികവും വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. കുടുംബത്തിനകത്തും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, സമൂഹത്തിലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ആരോഗ്യ മേഖലയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഒരു പക്ഷേ അതിൻ്റെ വ്യക്തമായ കാര്യകാരണങ്ങൾ കണ്ടെത്തി അതും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടാൻ സാധിച്ചാൽ അത് നല്ലൊരു നേട്ടമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കോംപ്രമൈസ് ചെയ്യുന്നത് സ്ലീപ്പിലാണ്. അപ്പോൾ സ്ലീപ്പും കോംപ്രമൈസ് ചെയ്യാതെ നോക്കണം. ഇതൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആർ യു ഓൺ പെരിമെനോപോസ്, ആർ യു പ്രിപ്പയറിംഗ് ഫോർ മെനോപോസ്. ഞാൻ പല സ്ത്രീകളും ചോദിക്കാറുണ്ട്, നിങ്ങളിപ്പോൾ മെനോപോസിന് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഞാൻ മെനോപോസ് വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിക്കുന്നതല്ല, പക്ഷേ അതൊരു വളരെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്തെങ്കിലും മെനോപോസിന് വേണ്ടി ചെയ്യുന്നുണ്ടോ? പലരുടെയും ചോദ്യമില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അതായത് പ്രശ്നം വരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, മെനോപോസ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ കൊഗ്നിറ്റീവ് ഹെൽത്തിലാണ്. അതായത് അവരുടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, പിന്നെ കോംപ്രിഹെൻസീവ് സ്കിൽസിലൊക്കെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് അവിടെയൊക്കെ തന്നെ സാമൂഹ്യപരമായിട്ട് ഒരുപാട് ഫോക്കസ് കൊണ്ടുവരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഓക്കെ ഡോക്ടർ, ഇനി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ഡയറ്റ് പ്ലാൻ തരൂ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ ശരീരത്തിന് നോക്കാത്ത ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ നമ്മളിപ്പോൾ കുറേ കേൾക്കുന്നതാണ്, പണ്ട് എഗ്ഗൊന്നും നമ്മുടെ ഡയറ്റിൽ നിന്ന് മാറ്റി വെച്ചു, അതൊന്നും കഴിച്ചുകൂടാ, അതിൻ്റെ എല്ലോ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, കുറച്ചധികം നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന യോഗേട്ട് പോലുള്ള ഇതൊക്കെ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് സാധാരണ ഭക്ഷണങ്ങളുടെ ലിസ്റ്റിലായി. അതെ അതെ, അതിലേക്ക് നമ്മളങ്ങ് ഉൾപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ശരിക്കും ഇത് പ്രോപ്പറായിട്ട് ഇപ്പോഴും അതിൻ്റെ ആശയക്കുഴപ്പങ്ങൾ പലതും മാറിയിട്ടുമില്ല. ഇല്ല. അപ്പോൾ ഏതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെയാണോ ഡയറ്റിൽ വരുത്തേണ്ട കാര്യങ്ങൾ എന്നൊക്കെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും ഡോക്ടർ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക് പലരും എത്താൻ സാധ്യതയുണ്ട്. ഒരു കാലത്ത് ജിമ്മിൽ പോകുന്ന ആൾക്കാർ പിന്നെ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒന്നാണല്ലോ മുട്ട. മറ്റുള്ളവർ അഥവാ മുട്ട കഴിക്കുന്നതന്നെ ആഴ്ചയിൽ 1-2 ദിവസം, അതും കഴിക്കുന്ന സമയത്ത് കൈകാലൊക്കെ വിറയ്ക്കും, പേടിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ മുട്ടയെ ഭയന്നിരുന്നത് അതിന് ഒരുപക്ഷെ മെഡിക്കൽ രംഗത്തും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു റീസണിങ് ഉണ്ടായിരുന്നു. അന്നത്തെ പല പഠനങ്ങളും കാരണങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ശരീരത്തിലെ പിന്നെ കൊളസ്ട്രോൾ, ഹാർട്ട് ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊളസ്ട്രോൾ. ആ കൊളസ്ട്രോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്ന കൊളസ്ട്രോളും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്ന പൂരിത കൊഴുപ്പുകളും സാച്ചുറേറ്റഡ് ഫാറ്റുകളുമാണ് ഹൃദയാരോഗ്യം തകരാറിലാക്കുന്നത്, സ്ട്രോക്കും ഹാർട്ട് ഡിസീസും ഉണ്ടാക്കുന്നത് അതാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരം ഒരു വലിയൊരു പ്രചരണം ഉണ്ട്. അതിനെ വിളിക്കുന്ന ഫാറ്റ് ഹാർട്ട് ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വളരെ രസകരമായൊരു സയൻസാണ്. പക്ഷേ ഈ അടുത്ത കാലത്തുള്ള പല പഠനങ്ങളും പറയുന്നത് ഡയറ്ററി ഫാറ്റും നിങ്ങളുടെ ബോഡിയിലുള്ള കൊളസ്ട്രോളും തമ്മിൽ അത്ര വലിയ ക്ലോസ് അസോസിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു വളരെ വലിയൊരു തിരിച്ചറിവായിരുന്നു. ഈവൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ക്ലാരിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു കാലത്ത് പിന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങളൊന്നായ മുട്ട ഇന്ന് വളരെ യഥേഷ്ടം ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. മാത്രമല്ല മുട്ട എന്ന് പറയുന്നത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ഇറ്റ്സ് വെരി ചീപ്പ്. ഓക്കെ, വളരെ ചീപ്പായിട്ടുള്ളൊരു ന്യൂട്രിയൻസിന് നോക്കിക്കഴിഞ്ഞാൽ ചീപ്പാണ്. പ്രോട്ടീൻ ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങുന്നതാണ്. സോ മുട്ട തിരിച്ചു വന്നത് വളരെ ശുഭകരമായ കാര്യമാണ്. ഇനി അടുത്ത ചോദ്യം, എത്ര മുട്ട കഴിക്കാം? മുട്ട ഒന്നിച്ച് തന്നെയാണ് കഴിക്കണം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നിച്ച് തന്നെയാണ് കഴിക്കാം. പക്ഷെ അവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മുട്ടയുടെ മഞ്ഞയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറച്ച് നല്ലോണം ഉണ്ട്.
കാലറി നല്ലോണമുണ്ട്. തീർച്ചയായും. അപ്പോൾ നമ്മൾ സംസാരിച്ച അമിതവണ്ണം, തടി കുറയ്ക്കാനൊക്കെ പ്ലാൻ ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു പക്ഷേ അമിതമായി മുട്ട കഴിക്കുമ്പോൾ മുട്ടയുടെ കൂടെ കുറച്ച് കാലറി എത്തും എന്നുള്ളത് മാത്രമേ ഗൗരവമുള്ളൊരു വിഷയമായിട്ടുള്ളൂ. സോ യു ക്യാൻ ഹാവ് 2 to 3 eggs per day, ഹോൾ എഗ്സ്. മുഴുവൻ മുട്ട കഴിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ഇനി നിങ്ങൾക്ക് കാലറി റെസ്ട്രിക്ഷനും സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്ററി അപ്രോച്ചസ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ എഗ് വൈറ്റിലോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത് കാലറി ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന കുറേ ഭക്ഷണ ഐറ്റങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒന്ന് മില്ലറ്റ്സ് ആണ്. അതും ശുഭകരമായിട്ടുള്ള ഒന്നാണ്. കാരണം തവിട് കളഞ്ഞ അരിയും റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കൽ നിന്ന് വളരെ നല്ലൊരു മാറ്റം മില്ലറ്റ്സിലോട്ട് വന്നു. പക്ഷേ മില്ലറ്റ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രെയിൻ ആണ്, അത് കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് മറന്നു പോകാതിരിക്കും. അതുപോലെ തന്നെ ഇന്ന് പാക്ഡ് പ്രോഡക്റ്റുകൾ ഇഷ്ടംപോലെ ഹെൽത്തി ആയിട്ടുള്ള പാക്ക് പ്രോഡക്ട്സുകൾ വന്നു. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം അതിൻ്റെ ലേബൽസ് ഒക്കെ നോക്കാറുണ്ട്. എക്സ്ട്രീംലി ഗുഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഇന്ന് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത് അവൈലബിൾ ആണ്. അതിൽ എടുത്ത് പറയാവുന്ന ഒന്ന് ഒരുപക്ഷെ നല്ല പ്രോട്ടീനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും ഒക്കെ അടങ്ങുന്ന ഒന്നാണ് യോഗട്ട്, എസ്പെഷ്യലി ഇപ്പോൾ ഗ്രീക്ക് യോഗട്ട്. നമ്മൾ ഗ്രീക്ക് യോഗട്ടിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ചെറുകിട യൂണിറ്റുകൾ വരെ നമ്മുടെ നാട്ടിൽ വന്നു. അപ്പം സയൻസ് അഡ്വാൻസ് ചെയ്യുന്നു, സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് വരുന്നു. പ്രോഡക്റ്റിൽ ഡിമാൻഡ് വരുമ്പോഴത്തേക്ക് പ്രോഡക്റ്റൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എന്താണെന്ന് വായിക്കാനും മനസ്സിലാക്കാനും പോഷകഗുണങ്ങൾ എന്താണെന്ന് പഠിക്കാനായിട്ടുള്ള ഒരു ബേസിക് ഒരു ലേബൽ വായിക്കാനുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരുന്നാൽ മതി. ഈ പ്രൊഡക്ട്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എഗ് ആയിക്കോട്ടെ, യോഗട്ട് ആയിക്കോട്ടെ, മില്ലറ്റ്സ് ആയിക്കോട്ടെ, ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിൽ കിട്ടുന്ന ഏത് ഭക്ഷ്യവസ്തുവും നമ്മുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയൊക്കെ കാണുന്നത് തന്നെ നമ്മുടെ ഈ അടുത്ത സൂപ്പർ മാർക്കറ്റ്. സോ യു ഹാവ് ഓപ്ഷൻ ടു ഈറ്റ് ലോട്ട് ഓഫ് ഫുഡ്. ഒരുപാട് വെറൈറ്റി ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഏത് നമുക്ക് വേണം ഏത് നമുക്ക് വേണ്ടാന്ന് കണ്ടെത്താനുള്ള ഒരു അറിവും കൂടെ കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, ശരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്ന് വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാലും ഫൈനലി ഒരു ക്വസ്റ്റ്യൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും കേൾക്കാനായിട്ട്. അറിയാം, നമുക്ക് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ് ഡയറ്റ്, കാര്യങ്ങൾ, എക്സസൈസ് എല്ലാം, സ്ലീപ്പ് എല്ലാം വേണ്ടതെന്ന്. പക്ഷേ എങ്കിലും ആ ഒരു ചോദ്യത്തിൽ എന്നെ വന്ന് നിൽക്കണം എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ നോർമലി നമ്മുടെ ഒരു ഡെയിലി ലൈഫ് പാറ്റേൺ എങ്ങനെയൊക്കെ ഒരു നീറ്റായിട്ടൊന്ന് ക്രമീകരിക്കാമെന്ന് മാത്രം ഒന്ന് പറയാം. എനിക്ക് തോന്നുന്നു കുറച്ച് പ്രിൻസിപ്പിൾസ് ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ച്. ഓക്കെ. കാരണം അവർക്ക് അവരനുസരിച്ചിട്ടുള്ളൊരു സ്ട്രക്ചറും ഒരു ഫ്ലെക്സിബിലിറ്റി എടുക്കുന്നതായിരിക്കും നല്ലത്. അതെ. ഒരു പക്ഷേ ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിൽ ഒന്ന് പറയാൻ പറ്റുന്നത് ഞാൻ എൻ്റെ ലൈഫിലും കൂടെ ചേർത്തിട്ടാണ്. തീർച്ചയായിട്ടും ഒരു ദിവസത്തിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ഇന്നെനിക്ക് തോന്നുന്നു ഓരോ ദിവസം വർഷങ്ങൾ കഴിയും തോറും നമുക്ക് വേണ്ടിയുള്ള സമയം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. മേ ബി ഞാൻ കൂടുതലും ചെയ്യുന്നത് രാവിലെകളിലാണ്. ഒന്ന് പുറത്തോട്ടിറങ്ങുക. കാരണം പുറത്തോട്ടിറങ്ങുന്നതും പലപ്പോഴും വളരെ കുറവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് പുറത്തോട്ടിറങ്ങുക. അപ്പം നിങ്ങളുടെ സാഹചര്യത്തിൽ ഒന്ന് പുറത്തോട്ടിറങ്ങുക, ഗെറ്റ് എക്സ്പോസ് ടു സൺലൈറ്റ്, ഗെറ്റ് എക്സ്പോസ് ടു നേച്ചർ. ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ വില അറിയില്ലായിരിക്കും. പക്ഷേ നഗരങ്ങളിലും ഫ്ലാറ്റുകളിലും ഇതുപോലത്തെ വളരെ അർബനൈസ്ഡ് ആയിട്ടുള്ള ലൈഫിലുള്ള സംബന്ധിച്ച് ഭയങ്കര വാല്യൂബിളാണ്. മറ്റുള്ളവർക്ക് വാല്യൂ ഇല്ല. പക്ഷികളുടെ ശബ്ദം, സൂര്യപ്രകാശം, കിളികളുടെ ശബ്ദം, മരങ്ങൾ, മൃഗങ്ങൾ, കോഴിയുടെ ശബ്ദം, ഇതൊക്കെ വളരെ വളരെ വാല്യൂബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യുക, ഒന്ന് നടക്കുക. ദെൻ എനിക്ക് ഒന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യുക, എന്തെങ്കിലും കുറച്ച് വായിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതുക, ആ ദിവസത്തെ എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഒന്ന് തയ്യാറാക്കുക. ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്കിത് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതെ, ആദ്യമൊക്കെ എനിക്കതൊരു ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയെങ്കിലും പക്ഷെ കുറച്ച് ഞാൻ ശീലമായപ്പോഴത്തേക്ക് എനിക്ക് വളരെ വാല്യൂബിൾ ആയിട്ട് തോന്നി. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും ഒരു ദിവസം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ഡെഫിനറ്റ്ലി എക്സസൈസ് തന്നെ. ഒരു 45 മിനിറ്റ്സ് എങ്കിലും ആഴ്ചയിൽ ഒരു 4 to 5 days എങ്കിലും, ഞാൻ ആഴ്ചയിൽ 6 ദിവസം എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു 4 to 5 days എങ്കിലും നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു എക്സസൈസിന് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുക. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ ശാരീരികമായ ഘടന, നിങ്ങളുടെ നിലവിലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആരോഗ്യ ലക്ഷണങ്ങൾ, നിങ്ങളുടെ മറ്റ് സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാം. അത് ജിമ്മിലാവാം, വീട്ടിലാവാം, എവിടെ വേണമാവാം. സോ രണ്ടാമത്തെ കാര്യം മൂവ്മെൻ്റ് എന്നുള്ളത്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് പറയാൻ പോകുന്നത് സ്ലീപ്പ് ഹൈജീനാണ്. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒന്നാണ് സ്ലീപ്പ്.
ഓക്കെ. കാരണം ഞാൻ വിശ്വസിച്ച് വെച്ചിരുന്നത് ഒരു ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് സ്ലീപ്പ് ഒന്നും വലിയ കുഴപ്പമില്ല എന്ന് കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. ഒരു വിഡിതരാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഓക്കെ. പക്ഷേ ഒരു സ്ലീപ്പ് ഹൈജീൻ അതിനകത്ത് ഇന്നിപ്പോൾ സ്മാർട്ട് വാച്ചസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ എത്ര സമയമുണ്ട് റെം സ്ലീപ്പ്, എത്ര മണിക്കൂറുണ്ട് ഡീപ്പ് സ്ലീപ്പ്, ടോട്ടൽ സ്ലീപ്പ് ഡ്യൂറേഷൻ എത്ര മണിക്ക് ഉറങ്ങുന്നു, എല്ലാ ദിവസവും കൃത്യസമയത്താണോ കിടക്കുന്നത്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്കിന് കൊടുക്കുന്ന മെസ്സേജാണ് ഉറങ്ങുന്ന സമയം. അപ്പോൾ കൃത്യസമയത്ത് ഉറങ്ങുന്നു, കൃത്യസമയത്ത് എണീക്കുന്നു, ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടോ. പല ആൾക്കാർക്കും പല പല വിഷയങ്ങളുണ്ട് അവരുടെ ജീവിതസാഹചര്യങ്ങളനുസരിച്ച്. പക്ഷേ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉപയോഗിച്ച വാക്ക് സ്ലീപ്പ് ഹൈജീൻ. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും റെഗുലാരിറ്റിയും ടൈമിങ്ങും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ഓഫ് കോഴ്സ് ഫുഡ് തന്നെ. നമ്മൾ നേരത്തെ സംസാരിച്ചൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ആശയത്തെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ധാന്യങ്ങളുടെ അളവൊക്കെ കുറച്ച് കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും നാരുകളും പ്രോട്ടീനുകളൊക്കെ അടങ്ങുന്ന ഒരു ഭക്ഷണക്രമം നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു മിനിമലിസ്റ്റിക്. പക്ഷെ അതോടൊപ്പം തന്നെ കല്യാണങ്ങളോ പിന്നെ പുറത്തുപോയി ഭക്ഷണം കഴിക്കലോ പാർട്ടികളോ ഒന്നും വിടരുത്. കാരണം അതിൽ കൂടെ കിട്ടുന്ന സന്തോഷവും സൗഹൃദങ്ങളും ഭക്ഷണത്തെക്കാൾ കൂടുതൽ നമ്മുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഭക്ഷണവും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ. പിന്നെ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഇത് എല്ലാ ആൾക്കാർക്കും എന്താണ് പറ്റുന്നതെന്നുള്ള എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കും കുറച്ചുകൂടി നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഒരു സ്പേസ് കിട്ടാവുന്ന എന്താണോ അവർക്ക് എന്താണോ അത് കണ്ടെത്തുക എന്നുള്ളത്. വളരെ ലളിതമായിട്ട് ചില ആൾക്കാർ ചെയ്യുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ ബൈബിൾ വായിക്കുകയോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതോ അതെന്തെങ്കിലും ആകാം. അല്ലെങ്കിൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു പക്ഷേ ജേർണലിംഗ് ആവാം. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു പക്ഷേ കുറച്ച് മെഡിറ്റേഷനോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണോ വർക്ക് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് സോഷ്യലൈസിങ്. ലോകത്ത് ആരോഗ്യത്തോടെയും ആയുസ്സോടെയും കൂടി ജീവിക്കുന്ന സമൂഹങ്ങളിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ആയുസ്സോടുകൂടി സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവർ എല്ലാ ദിവസവും ഒരു 45 minutes to 1 hour they spend for socializing. സോഷ്യലൈസിങ് ആൻഡ് നെറ്റ്വർക്കിംഗ്. സോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുന്നത് വളരെ വലിയതാണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ ബീയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെൻഡ് സം ടൈം ടു ടോക്ക് ടു പീപ്പിൾ. ഇപ്പോൾ ഒരുപക്ഷെ ഫോണിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതായിരിക്കാം. കുറച്ച് സമയം എല്ലാ ദിവസവും എന്തിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കാം, ഒന്നിച്ചിരിക്കുക, സംസാരിക്കുക തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ വളരെ സങ്കീർണമല്ലാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഒരാൾ എങ്ങനെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലൂടെ മുന്നോട്ട് പോകണമെന്ന് വളരെ ലളിതമായും സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിൽ കുറേ സമയം നമ്മൾ കുറേ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. ഇനിയും ആ ഒരു വിഷയം ഒരുപാടുണ്ട് സംസാരിക്കാം. മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ അടുത്ത് ഞങ്ങൾ ആ ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു.